ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ സ്കൂൾമേറ്റാണ്. ഞങ്ങൾ ഹോസ്റ്റലിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അവൾക്ക് ഈ വീഡിയോയുടെ മുമ്പിൽ വരാൻ ഭയങ്കര നാണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് വേറെ ഒരു കാര്യം കൂടെ ഇവിടെ ഷെയർ ചെയ്യാനാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോലും ചിലവർ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഗൈസ്, ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ചില ആൾക്കാർ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ ഇങ്ങനെ പറയാറുണ്ട്, നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ, കൊള്ളാമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അങ്ങോട്ട് ചോദിക്കുമല്ലോ, എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ചിലവർ ഡയറക്റ്റായിട്ട് പറയും, ഇല്ല മറന്നു, പിന്നെ ചെയ്യാം. എല്ലാവരും ഒന്നല്ല, അതിൽ ചിലവരാണ്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻ കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ഇനി എൻ്റെ മുമ്പോട്ടുള്ള വ്ളോഗ്സിലൊക്കെ കന്നഡ പിന്നെ മലയാളം വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ആവുന്നത്. സോ ഈ 2 ലാംഗ്വേജസിലാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പേഴ്സണലായിട്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്, ലാംഗ്വേജ് ഇഷ്യൂ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി കന്നഡം പിന്നെ മലയാളം 2 ചെയ്യും കേട്ടോ. എനിക്ക് 2 ലാംഗ്വേജസും അറിയുന്ന കൊണ്ട് ഞാൻ 2 ലാംഗ്വേജസിലും വീഡിയോസ് ചെയ്യാൻ പോവാം. സോ കീപ് സപ്പോർട്ടിങ്. എൻ്റെ ചേട്ടൻ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. ഇനി എനിക്ക് റെഡി ആവാനുണ്ട്, പള്ളി പോകണം. ഇപ്പോൾ ഓൾറെഡി സമയമായി, ലേറ്റ് ആക്കണ്ട, പോയാലോ. ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടയൊക്കെ മുമ്പോട്ട് നടക്കും, ഓൾറെഡി സമയമായി. ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ മുമ്പിൽ നടക്കുന്നു, എൻ്റെ ഫ്രണ്ട് കണ്ട. അപ്പോൾ കുർബാന കഴിഞ്ഞ് കാണാം, ബൈ. ഇപ്പോൾ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി സമയമായി, ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. നമ്മൾ കുർബാന 9 മണിക്കായിരുന്നു, കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ 10:30 ആയി. സോ പിന്നെ വീട്ടിൽ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇതുവരെ ഫുഡ് കിട്ടിയിട്ടില്ല. ചേട്ടൻ ഭയങ്കര തിരക്കാണ്, ഫോണിൽ കുത്തിപ്പോണ്ടി. ഇവിടെ കപ്പ ഉണ്ട്, പിന്നെ പുട്ടുകടല, പിന്നെ മസാല ദോശ, അപ്പം, പിന്നെ അതെ ചപ്പാത്തി പൊറോട്ട ഉണ്ട്, പിന്നെ ഇടിയപ്പം, പിന്നെ എഗ് മസാല. ഇതെ നാടൻ തട്ടുകടയാണ്. ഇവിടെ നല്ല ഫുഡ് കേട്ടോ.
രാത്രിയാണെങ്കിൽ അവൾ അപ്പം പിന്നെ മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത്. സോ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നോയമ്പൊക്കെയാണ് ഞങ്ങൾക്ക്. മുട്ടയ്ക്ക് നോയമ്പില്ല, ബാക്കി എല്ലാത്തിനും നോയമ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ക്രിസ്മസിൻ്റെ ഞങ്ങളുടെ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞത്. എൻ്റെ കൂട്ടുകാരത്തേക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഭയങ്കര വെയിലാണ്, പിന്നെ ഒത്തിരി തിരക്കാണ് മാർക്കറ്റ്. അവൾക്ക് അവിടെ അങ്ങനെ ഡ്രസ്സൊന്നും ഇഷ്ടമായില്ല. എന്തെന്ന് വെച്ചാൽ അവിടെ മൊത്തം ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അവൾക്ക് സിമ്പിളായിട്ടാണ് വേണ്ടിയത്. അവൾ ഉദ്ദേശിക്കുന്ന ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ ഒരു കടയിൽ പോവാം. അകത്ത് വീഡിയോ ഒക്കെ അലോഡ് ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചായിരുന്നു അവരോട്. അവർ പറഞ്ഞു ഇല്ല മാഡം, ഇവിടെ വീഡിയോ ഒന്നും അലോഡ് ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അകത്ത് കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ക്രിസ്മസ് അടുത്ത് വരുവാണല്ലോ, അപ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് ഐറ്റംസ് കൂടെ ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ചേട്ടായി ക്രിസ്മസിൻ്റെ ടൊപ്പി മേടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്ന ഒരു കടയിൽ നമുക്ക് മേടിക്കാം, പർച്ചേസ് ചെയ്യാം. ക്രിസ്മസിൻ്റെ കുറേ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. കടയിൽ എത്ര ഞങ്ങളിവിടെ ഒരു തുണിക്കട കയറിയിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇവിടെയാണ് മേടിച്ചത്. നല്ലൊരു കടയാണ്, കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആകെ മടുത്തു. പർച്ചേസിങ് ഒന്നാമത്തെ പർച്ചേസിങ് ആയിരുന്നു. ഒറ്റ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 10 കട കയറി ഇറങ്ങി. ഫൈനലി ഒരു ഡ്രസ്സ് ഇങ്ങനെ. ചേട്ടേ കാണുക. ഞങ്ങൾ ഇവിടെ ഒരു മൊബൈൽ സർവീസ് കടയിൽ വന്നു. എൻ്റെ ഫോണിൻ്റെ ഒരു ടെമ്പററി ഗ്ലാസും പിന്നെ അതിൻ്റെ ഫോൺ കവറൊക്കെ ഇടിപ്പിക്കാനാണ് വന്നത്.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.